ഓക്കെ സാർ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സാർ ഒന്ന് റിപ്ലൈ തരാമോ? എന്റെ വോയിസ് ക്ലിയർ ആണോ? സ്ക്രീൻ ഓക്കെ ആണോ? ഓക്കെ ഓക്കെ താങ്ക് യു. ഓക്കെ ആണല്ലേ സാർ? ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. സാർ, എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ പ്ലീസ്. ഓക്കെ ഓക്കെ ഡൺ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഗുഡ് ഈവനിങ് എവറി വൺ, ഇറ്റ്സ് മീ സതീഷ് പണിക്കർ. സോ എല്ലാവർക്കും ഇന്നത്തെ സൂമിലേക്ക് സ്വാഗതം ചെയ്യാണ്. നേരത്തെ പ്ലേ ചെയ്ത വീഡിയോ അത്രത്തോളം ക്ലിയർ ആയിട്ടില്ല എന്ന് എനിക്കറിയാം. ചില നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ്. ഈ വീഡിയോന്റെ ഫുട്ടേജ് കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു വാങ്ങിക്കാം കേട്ടോ. എല്ലാവർക്കും ഞാൻ പേഴ്സണലി അയച്ചിട്ടുണ്ട്, ഗ്രൂപ്പിലും സെൻഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോസ് ആവശ്യമുള്ള ആൾക്കാർ നിങ്ങളുടെ ലീഡേഴ്സിനോടൊന്ന് ചോദിച്ചു വാങ്ങിക്കാം. ഓക്കെ, സോ വൺസ് അഗെയിൻ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വാം വെൽക്കം ചെയ്യാണ്. ഇന്ന് ഓഗസ്റ്റ് 22 ഫ്രൈഡേ ആണ്, വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം 9 മണിക്ക് നടക്കാറുള്ള സൂം പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. സോ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് തന്നെ നോക്കിയിട്ട് നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നാഷണൽ സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ്. നമുക്കറിയാം, ഓങ്കോളജി എന്ന് പറയുമ്പോൾ ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. സോ ക്യാൻസർ സർജൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ് ഓഗസ്റ്റ് 22 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം അല്ലെ, ചെന്നൈ എന്ന് പറയുന്നത് നമുക്ക് മറക്കാൻ പറ്റാത്തൊരു വികാരമാണ്. ചെന്നൈ, ഇന്നത്തെ ചെന്നൈ പണ്ട് മദ്രാസ് ആയിരുന്നു. ഈ മദ്രാസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾക്ക് അറിയാമോ, ഹാപ്പി മദ്രാസ് ഡേ, ഇന്നൊരു മദ്രാസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ്. മദ്രാസ് സിറ്റി അല്ലെങ്കിൽ ചെന്നൈ രൂപം കൊണ്ടിട്ട് എത്ര വർഷമായെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? ശരിക്കും പറയുകയാണെങ്കിൽ 1639 ചെന്നൈ പട്ടണം അല്ലെങ്കിൽ മദ്രാസ് പട്ടണം എന്നുള്ള ഒരു ഏരിയ വിജയനഗര ഒരു സാമ്രാജ്യത്തിൽ നിന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാങ്ങിക്കുന്നത്. അന്നാണ്, അതായത് 1639 ഓഗസ്റ്റ് 22 തീയതിയാണ് മദ്രാസ് എന്നുള്ള ആ പട്ടണം രൂപം കൊണ്ടത്. ഇന്ന് നമ്മൾ കാണുന്ന ചെന്നൈ 386ാമത്തെ മദ്രാസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസം കൂടിയിട്ടാണ് ഇന്ന് ഓഗസ്റ്റ് 22 എന്ന് പറയുന്ന ഈ ദിവസം. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ് ബിസിനസ്സിലേക്ക് പോവാം. സോ ഞാൻ ഇവിടെ പറയാനായിട്ട് പോകുന്നത് ഒരു സ്മാർട്ട് ബിസിനസിനെ കുറിച്ചിട്ടാണ്. സ്മാർട്ട് ബിസിനസ്. ഓക്കെ, സോ സ്മാർട്ട് ബിസിനസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് സ്മാർട്ട് ഹൈബ്രിഡ്, സ്മാർട്ട് TV അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും. എല്ലാത്തിലും സ്മാർട്ട് എന്നുള്ള ഒരു പദം നമ്മൾക്ക് എല്ലാ മെറ്റീരിയൽസിന്റെയും ഫ്രണ്ടിൽ വരുന്നത്. എന്താണ് ഈ ഒരു സ്മാർട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ? സോ നമുക്ക് വലിയ ഹാർഡ് വർക്ക് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കണം. പിന്നെ വർക്കിംഗ് അവേഴ്സ് ഒന്നും പാടില്ല. നമുക്ക് പെർട്ടിക്കുലർ ആയിട്ട് ഒരു 9 to 5 ജോബോ അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ക്രൈറ്റീരിയം അവിടെ പാടില്ല. പിന്നെ യാതൊരു നഷ്ടങ്ങളും വരാനായിട്ട് പാടില്ല ഈ വർക്കിൽ. പിന്നെ നമ്മൾ ഇല്ലെങ്കിൽ പോലും നമ്മുടെ ടീം അല്ലെങ്കിൽ ഒരു ലിവറേജ് സിസ്റ്റം ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റണം. അതേപോലെ തന്നെ നമുക്കൊരു പെർട്ടിക്കുലർ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള വർക്ക് ആയിരിക്കണം നമുക്ക് ഇവിടെ കിട്ടേണ്ടത്. സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് സ്മാർട്ട് എന്ന് പറയാം, സ്മാർട്ട് ബിസിനസ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഞാൻ ഇവിടെ പറയാനായിട്ട് പോകുന്നത് ഒരു സ്മാർട്ട് ബിസിനസിനെ കുറിച്ചിട്ടാണ്. യെസ്, ഇന്ന് ഇവിടെ മാർക്കറ്റിൽ കിട്ടാൻ പോകുന്ന ഏറ്റവും ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു ബെറ്റർ ഓപ്ഷൻ ആണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. യെസ്, ഇറ്റ് ഈസ് ടെതറോഷ്യൻ ആൻഡ് ടെതറോഷ്യൻ വിർച്വൽ അസറ്റ്സ് അഥവാ ടോവ എന്നുള്ള വുഡ എന്ന ടെക്നോളജിയിൽ വളരെ ബ്രില്യന്റ് ആയിട്ട് വർഷങ്ങളുടെ റിസർച്ചില് നമുക്കറിയാം, മാർക്കറ്റിൽ ഒരുപാട് നിരവധി പ്രോഗ്രാംസുകൾ, ഒരു നെറ്റ്വർക്കിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ബിസിനസ് ചെയ്ത അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം നമ്മൾ. പക്ഷെ ഇതുപോലൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഒരു വിൻ വിൻ പ്ലാൻ ആണ്. ഇവിടെ ലൂസേഴ്സ് എന്ന് പറയുന്ന ഒരാൾ പോലും ഈ ഒരു പ്രോഗ്രാമിനകത്തേക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് തന്നെയാണ് ഈ ഒരു സ്പെഷ്യൽ ടെക്നോളജി കൊണ്ട് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്. അതായത് വാല്യൂ ഓഫ് ഡിജിറ്റൽ അസറ്റ്സ് അഥവാ ഗുഡ എന്നുള്ള ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്ത ഈ ഒരു ബാക്ക് എൻഡ് ടീമിനെ എത്ര പ്രശംസിച്ചാലും എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും നമുക്ക് മതിയാവില്ല. സോ വെൽക്കം ടു ടെതറോഷ്യൻ ഫാമിലി. സോ ഈ ടെതറോഷ്യനെ കുറിച്ചിട്ടുള്ള ഒരു ഔട്ട്ലൈൻ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സോ ഇവിടെ ടെതറോഷ്യനെ കുറിച്ച് പറയുന്നത് പ്രൈസ് അപ്രീസിയേഷൻ ഓൺ എവറി ബൈ ആൻഡ് സെൽ ട്രാൻസാക്ഷൻ എന്നുള്ളതാണ്. അതായത് നമുക്ക് വാങ്ങിക്കുമ്പോഴും വിൽക്കുമ്പോഴും വില കൂടുന്ന എന്തെങ്കിലും ഒരു സാധനത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവോ? നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ നിന്ന് നോക്കുക, എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കുമ്പോഴും വിൽക്കുമ്പോഴും, ഗോൾഡ് എടുത്ത് നോക്കുന്ന സമയത്ത് അവിടെ
നമുക്ക് ചില സമയത്ത് അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും അല്ലെ, ഒരു പക്ഷെ താഴേക്ക് പോവാം അല്ലെങ്കിൽ മുകളിലേക്ക് വരാം അല്ലെ, അങ്ങനെ ഉണ്ടാവും. പക്ഷെ നമുക്ക് റിയൽ എസ്റ്റേറ്റ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് എങ്ങനെയുണ്ട്, അതായത് ഞാനിപ്പോ ബേസിക്കലി ഞാൻ പാലക്കാട്, ഇൻട്രൊഡക്ഷൻ അറിയാത്ത ആൾക്കാർ, ഞാൻ ബേസിക്കലി പാലക്കാടാണ്, അറിയുന്നതായിരിക്കും. സോ പാലക്കാട് ഒരു സെന്റ് അല്ലെങ്കിൽ 10 സെന്റ് സ്ഥലത്തിന് ഒരു 50 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ 50 ലക്ഷത്തിന്റെ പ്രോപ്പർട്ടി എടുത്തിട്ട് ഞാൻ ബൈ ചെയ്തു. അതിനുശേഷം ഞാനൊരു 3 months കഴിഞ്ഞ് ഞാൻ സെല് ചെയ്യാണ്. 50 ലക്ഷത്തിന്റെ പ്രോപ്പർട്ടി എനിക്ക് 80 ലക്ഷമായിട്ട് സെല് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ 80 ലക്ഷത്തിന് വാങ്ങിച്ച ആൾക്കാർക്ക് അവിടെ ഒരു നഷ്ടവും വരുന്നില്ല. എനിക്ക് 30 ലക്ഷം പ്രോഫിറ്റ് കിട്ടി. അദ്ദേഹം ഒരു 3-4 മാസമോ ഹോൾഡ് ചെയ്തിട്ട് സെല് ചെയ്യുമ്പോൾ 1 CR ആയിട്ടായിരിക്കും സെല് ചെയ്യുക. അവിടെ അദ്ദേഹത്തിന് 20 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടി അല്ലെ. മൂന്നാമത്തെ ആൾക്ക് 1 കോടി എടുത്തു കഴിഞ്ഞാലും അവിടെ ഒരു അപ്രീസിയേഷൻ ഉണ്ട്. ഇതിന് നമുക്കൊരു സെൽഫ് അപ്രീസിയേഷൻ പ്രോഗ്രാം എന്ന് നമുക്ക് റിയൽ എസ്റ്റേറ്റ് വിളിക്കാം. പക്ഷേ ഈ കഴിഞ്ഞ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് നമുക്ക് അറിയാനായിട്ട് പറ്റും. ആലപ്പിയിലൊക്കെ വളരെ വാല്യൂ ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഫ്ലഡ് ഒക്കെ വന്ന സമയത്ത് വളരെ ചീപ്പ് റേറ്റിന് കിട്ടി. ഇനി ചൂരൽമല പോലത്തെ വയനാട് ഹിൽ റേഞ്ചിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ചീപ്പായിട്ട് സ്ഥലങ്ങൾ വാങ്ങിക്കാൻ പറ്റും. കാരണം എന്താ, അവിടെയൊക്കെ നാച്ചുറൽ ഡിസാസ്റ്റർ നടന്നതുകൊണ്ടാണ്. അപ്പോ റിയൽ എസ്റ്റേറ്റിൽ പോലും അല്ലെങ്കിൽ പ്രോപ്പർട്ടിയിൽ പോലും നമുക്ക് ഒരു ബൈ ആൻഡ് സെല്ലില് ഒരു അപ്രീസിയേഷൻ കിട്ടുമെന്ന് 100% ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഈ അവസരത്തില് ടെതറോഷ്യൻ എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റിനകത്ത്, ടെതറോഷ്യൻ എന്നുള്ള ഈ ഒരു വെർച്വൽ അസറ്റിനകത്ത് നിങ്ങൾക്ക് ഓരോ വാങ്ങിക്കലും ഓരോ വിൽക്കൽ നടക്കുമ്പോഴും ഇതിന്റെ പ്രൈസ് കൂടുന്നു എന്ന് നമുക്ക് തറപ്പിച്ച് പറയാം. അതിന്റെ ഫോർമുല ഞാൻ വഴിയുള്ള സ്ലൈഡിൽ നിങ്ങൾക്ക് വിവരിച്ചു തരാനായിട്ട് പറ്റും. ഓക്കെ, കോയിൻ ആർ ബേൺ വെൻ ദ സോൾ. ഓരോ കോയിനുകളും നമ്മൾ ഇവിടെ ബൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ കോയിൻ പ്രൊഡക്ഷൻ ചെയ്യപ്പെടുന്നു. ഇവിടെ പ്രീമൈൻഡ് ആയിട്ടുള്ള കോയിൻസുകൾ ഒന്നും തന്നെയില്ല. ഇവിടെ ഒരാൾ വിൽക്കാൻ വരിക എന്ന് വിചാരിക്കും. നോർമലി ഇവിടെ നമ്മൾ ക്രിപ്റ്റോ ഇൻഡസ്ട്രിയായിട്ട് ഞാനൊരു ഒരു കമ്പാരിസൺ ചെയ്യാണ്. ക്രിപ്റ്റോക്കകത്ത് നിങ്ങൾ നോക്കൂ, ഏത് തന്നെ ആയിക്കോട്ടെ, ഞാൻ അതിന്റെ കമ്പനി എന്ന് പറയുന്നില്ല, ഒരു ക്രിപ്റ്റോ നമ്മൾ ഇവിടെ ബൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാലറ്റിനകത്ത് ഉണ്ടാവും. ഇനി സെല്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെല്ല് ചെയ്യുന്ന സമയത്ത് മറ്റൊരു ബയർ വന്നത് വാങ്ങിച്ചു പോവാണ് അല്ലെ. സോ ആ കോയിൻ അവിടെ ബേൺ ചെയ്യപ്പെടുന്നില്ല. ഈ ഒരു ബേണിംഗ് പ്രോസസ്സ് ഇല്ലാത്തത്തോളം കാലം ഇതിന്റെ പ്രൈസ് ഹൈക്ക് ഒരു ക്രിപ്റ്റോയിലും ഉണ്ടാവില്ല. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ബിറ്റ്കോയിൻ എന്നുള്ള ഈ മദർ കറൻസിയുടെ പ്രൈസ് എപ്പോഴും, അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് എപ്പോഴും കൂടുന്നത് എവറി 4 years ഈ ഒരു ഹാൽവിംഗ് എന്നുള്ള ഒരു പ്രോസസ്സ് നടക്കുന്നതുകൊണ്ടാണ് ബിറ്റ്കോയിന്റെ പ്രൈസും ഡിമാൻഡും കൂടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും പറയാനേ പറ്റും. ഇവിടെ നമുക്ക് ഓരോ വ്യക്തികൾ വാങ്ങിച്ച കോയിൻ വിൽക്കുമ്പോഴും അവര് വാങ്ങിച്ചു വിൽക്കുന്ന ആ കോയിന്റെ 100% നമുക്ക് ബേൺ ആയി പോകുന്നു, അതായത് ഇല്ലാതായി പോകുന്നു എന്ന്. സോ അവിടെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു കോയിന്റെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സാധനം. സോ വിച്ച് കൺട്രോൾ ദ ടോട്ടൽ സപ്ലൈ എന്നുള്ളതാണ്. സോ നോ പ്രീമൈൻഡ് കോയിൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല ആൾക്കാരും ഇപ്പം ക്രിപ്റ്റോ എന്നുള്ള പേരിൽ നിരവധി ടോക്കണുകൾ, റെഡിമെയ്ഡ് ടോക്കണുകൾ മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട്. ചിലപ്പോൾ 5 ബില്യൺ ആയിരിക്കാം, 10 ബില്യൺ ആയിരിക്കാം, 1000 കോടി ആയിരിക്കാം, 200 കോടി ആയിരിക്കാം, വാട്ട് എവർ. സോ പ്രീ മൈൻഡ് കോയിൻസ് ഉള്ളിടത്തോളം കാലം നിങ്ങൾ ഒന്ന് മാത്രം ആലോചിക്കുക, ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ടൈമിൽ മാത്രം, ആ ഒരു ഡ്യൂറേഷനിൽ മാത്രമാണ് ഈ ഒരു പ്രൈസ് ഹൈക്ക് ഉണ്ടാവുക. ഇനി ഓൾ ടൈം ഹൈ അടിച്ചു എന്ന് തന്നെ വിചാരിക്കുക. ആ ഓൾ ടൈം ഹൈ ഏറ്റവും കൂടുതൽ ക്യാഷ് ചെയ്യപ്പെടുന്നത് ആ കമ്പനിയുടെ ഫൗണ്ടേഴ്സോ അല്ലെങ്കിൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. കാരണം അവരുടെ കയ്യിൽ മാക്സിമം നമ്പേഴ്സ് മാത്രം ഹോൾഡിംഗിൽ ഉണ്ടാവും. മാക്സിമം മിനിമം ക്വാണ്ടിറ്റി മാത്രമേ മാർക്കറ്റിൽ സപ്ലൈ ആയിട്ട് പോയിട്ടുണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഈ പ്രീ മൈൻഡ് കോയിൻ എന്ന് പറയുന്ന ക്രിപ്റ്റോ സ്കാമിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക. ഇവിടെ നമുക്ക് റിയൽ ടൈം അഫിലിയേറ്റ് പേ ഔട്ട്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഞാൻ ഇവിടെ ഒരു ബിസിനസ് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്റെ ടീം ഒരു ബിസിനസ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താണ് ബെനിഫിറ്റ്. നമ്മൾ എവിടെ മാർക്കറ്റിലൊക്കെ പോയ സമയത്ത് പ്ലാന് പറയുമ്പോൾ എല്ലാം കേട്ട് അവസാനമായി ചോദിക്കുന്ന ഒരു സംഭവമാണ് എനിക്ക് എന്ത് കിട്ടും. ഇവിടെ നമുക്ക് റിയൽ ടൈം അഫിലിയേറ്റ് പേ ഔട്ട്സ് ആണ്. ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ പാടത്ത് ജോലി വരമ്പത്ത് കൂലി എന്നുള്ള ആണെങ്കിൽ പാടത്ത് ജോലി പാടത്ത് തന്നെ കൂലിയാണ് ഇവിടെ നമുക്ക് ടെതറോഷനിൽ. നിങ്ങൾ വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ടീമിനെ കൊണ്ടുവരികയാണ്, ഒരു എമൗണ്ട് $1000 അപ്ലിക്കേഷൻ ചെയ്യാന്ന് വിചാരിച്ചാൽ അതിന്റെ ഒരു പെർസെന്റേജ് നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾക്ക് എലിജിബിലിറ്റി, അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ റിയൽ ടൈം അഫിലിയേറ്റ് പ്രോഗ്രാമായിട്ട് USDT BEP20 ആയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് വിഡ്രോ ചെയ്തെടുക്കാം. അവിടെ നിങ്ങൾക്ക് ഒരു അഡ്മിൻ ദയക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്കറിയാമോ, നിരവധി കമ്പനികളിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നമ്പേഴ്സ് അല്ലെങ്കിൽ ഫിഗേഴ്സ് ഉണ്ടാവുമായിരിക്കും. അതൊന്നും നിങ്ങളെ അസറ്റ് എന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ വെറും ഡിജിറ്റ് മാത്രമാണ്. നിങ്ങൾ ആ ഡിജിറ്റൽ കുത്തി നിങ്ങൾ ആ കമ്പനിയുടെ അഡ്മിൻ അപ്രോച്ച് ചെയ്താൽ മാത്രമാണ് അത് അസറ്റ് ആയിട്ട് നിങ്ങൾ വാലറ്റിലേക്ക് എത്തുക എന്നുള്ള ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ ഇവിടെ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരാളുടെയും
റിക്വസ്റ്റിനോ അല്ലെങ്കിൽ ഒരു പെർമിഷനോ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇൻസ്റ്റന്റ് ആയിട്ട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ BIP20 USDT ആയിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് അൺലിമിറ്റഡ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. ദർ ഇസ് നോ റെഗ് പുൾ. ഒരു തരത്തിലുള്ള മാനിപ്പുലേഷനോ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുള്ള ചീറ്റിങ്ങോ ഇവിടെ നടക്കൂല. കാരണം ഇവിടെ 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡെഫി പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ടെതർ ഓഷൻ എന്നുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അടിയുറച്ച് പറയാനായിട്ട് പറ്റും. സോ ടെതർ ഓഷന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2024 ഈ ഹുഡ വാല്യൂ ഓഫ് ഡിജിറ്റൽ അസറ്റ്സ് എന്നുള്ള ടെതർ ഓഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആ സമയത്ത് മുതൽ നമുക്ക് $20 $1000 നമുക്ക് വാങ്ങിക്കാനായിട്ട് വരും ഒരു വാലറ്റിനകത്ത്. ഇവിടെ $20 വെച്ച് അപ്പം നമ്മൾ ഒരു $20 വാങ്ങിക്കുകയാണെങ്കിൽ മിനിമം ഒരു $20 വാങ്ങിക്കാനായിട്ട് പറ്റും. മാക്സിമം നമുക്ക് 1000 വരെ ഒരു ഐഡിയയിൽ വാങ്ങിക്കാൻ പറ്റും. ഇവിടെ ഒരു ഡ്രോബാക്ക് എന്നല്ല, എല്ലാവരും കരുതിയിരുന്നത് അങ്ങനെയാണ്. നമുക്ക് ഒരു $20 വാങ്ങിക്കുന്ന സമയത്ത് അതിന്റെ 35% $7 ഈക്വലന്റ് ആയിട്ട് ടെതർ ഓഷൻ മാത്രമേ അന്ന് കിട്ടുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 2024 മുതൽ 2025 മാർച്ച് വരെ ആൾക്കാർ വളരെ പരിഭവത്തോടു കൂടി കണ്ടിരുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ടെതർ ഓഷൻ എന്നുള്ളത്. പക്ഷേ അതിന്റെ ഇൻഡെപ്ത് അല്ലെങ്കിൽ ഇതിന്റെ ഫൗണ്ടേഴ്സിനോടുള്ള വിശ്വാസം കൊണ്ട് മാത്രമാവാം ഒരു പറ്റം ആൾക്കാർ ഈ ഒരു ടെതർ ഓഷൻ എന്നുള്ള ഒരു കമ്പനി സിസ്റ്റത്തിന്റെ കൂടെ നിന്നു. അന്ന് നിന്ന ആൾക്കാരുടെ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് തരാം. അന്ന് ഈ പറഞ്ഞ ഒരു വ്യക്തി 2024 ഒരു മാർച്ച് സമയത്ത് നമ്മൾ ഒരു $100 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്നത് 0.01 ആയിരുന്നു കേട്ടോ. അതിന്റെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പോർഷൻ ഞാൻ താഴേക്ക് പറഞ്ഞുതരാം. ഒരു 0.01 ആയിരുന്നു ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഈ സമയത്ത് ഒരു $100 ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിക്ക് അന്ന് 3500 കോയിൻസ് ടെതർ ഓഷൻ കോയിൻസ് ആണ് കിട്ടിയിരുന്നത്. 3500 $0.01. അതായത് $100 35% എന്ന് പറഞ്ഞു. ഇന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് $2.25 ആണ്. അതായത് $2.25 ആണ് ടെതർ ഓഷന്റെ പ്രൈസ് എന്ന് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. $100 മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് ഈ സിസ്റ്റത്തിനോടും ഇവിടെയുള്ള ഫൗണ്ടേഴ്സിനോടും ലീഡേഴ്സിനോടും ഒരു വിശ്വാസം കാണിച്ച് ഒരു 16 മാസം വെയിറ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് ഇന്ന് അവരുടെ അസറ്റ് എന്ന് പറയുന്നത് $7,875. 7 ലക്ഷം രൂപയിൽ കൂടുതലാണ് അദ്ദേഹത്തിന്റെ ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത്. വെറും 9,000 രൂപ മാത്രം മുടക്കി 16 മാസം വെയിറ്റ് ചെയ്ത് ഇത്രയും അധികം എടുക്കുന്ന മറ്റേത് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഏത് ട്രഡീഷണൽ ബിസിനസ്സുകളുണ്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ഇതല്ല, ഇത് കണ്ടതൊന്നുമല്ല. പിക്ചർ ബീബി ബാക്കിയെ ദോസ്ത് എന്ന് പറയുന്ന പോലെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ ടെതർ ഓഷൻ എന്നുള്ള സിസ്റ്റത്തിനകത്ത് നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ. ഇത് ചെറിയ കളികൾ മാത്രം. ഇനി വലിയ പിക്ചേഴ്സ് ഒക്കെ പുറകെ വരാനായി. സോ ഇവിടെ ഞാൻ പറയുന്നത് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ സിസ്റ്റത്തിന്റെ ഫൗണ്ടേഴ്സ് ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട് 5ഓളം ആഡ് ഓൺ പ്രൊജക്ട്സുകൾ 1 by 1 ആയിട്ട് നമ്മുടെ പുറകിൽ വന്നുകൊണ്ടിരിക്കും. അതിന്റെ ആദ്യത്തെ ആഡ് ഓൺ പ്രൊജക്ട് ആയിട്ടുള്ള ടോവ ആൻഡ് മാർക്കറ്റ് പ്ലേസ് 2025 മാർച്ച് 18 ലോഞ്ച് ചെയ്തു. ടോവ ആൻഡ് മാർക്കറ്റ് പ്ലേസ്. സോ ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ടെതർ ഓഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് എ ബാങ്ക്. ഓക്കെ, നിങ്ങളെ ബാങ്കിൽ എല്ലാവർക്കും ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാവും അല്ലെ? മിക്കവർക്കും SBI അക്കൗണ്ട് ആയിരിക്കാം, ചില ആൾക്കാർക്ക് കറണ്ട് അക്കൗണ്ട് ഉണ്ടാവുമായിരിക്കാം, അല്ലെങ്കിൽ FD അക്കൗണ്ട്സ് ഉണ്ടാവുമായിരിക്കാം. ബട്ട് ഏത് അക്കൗണ്ടുകളാണെങ്കിലും നിങ്ങൾക്ക് ഒരു ATM കാർഡ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. സിമിലർലി ടെതർ ഓഷനിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നിങ്ങളുടെ വാല്യൂ എത്രയാണോ അത് നിങ്ങൾ ഒരാളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സിംഗിൾ ഒരു ഡബിൾ ക്ലിക്കിൽ തന്നെ നിങ്ങൾക്ക് വിത്തിൻ എ സെക്കൻഡ്സിൽ നിങ്ങൾക്ക് അത് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ 10% ഡിഡക്ഷനോട് കൂടിയിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ടെതർ ഓഷൻ എന്ന് പറയുന്ന ഒരു ബാങ്കിങ് സിസ്റ്റം പോലെയാണ് ഫസ്റ്റ് ആഡ് ഓൺ പ്രൊജക്ട് ആയിട്ടുള്ള ടോവ ആൻഡ് മാർക്കറ്റ് പ്ലേസ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഒരു നിർബന്ധമുണ്ട്. ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സിസ്റ്റവുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കണം. ഒരു പ്യൂർ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിലേക്ക് പോകരുത് എന്നുള്ള നിർബന്ധമുള്ളത് കൊണ്ട് തന്നെ രണ്ടാമത്തെ ഒരു സിസ്റ്റം ആഡ് ഓൺ പ്രൊജക്ട്, ഫസ്റ്റത്തെ ആഡ് ഓൺ പ്രൊജക്ട് എന്ന് പറഞ്ഞ ടോവ ആൻഡ് മാർക്കറ്റ് പ്ലേസ് ലൈക്ക് ഒരു ഷെയർ മാർക്കറ്റ് പോലെയായിരുന്നു. ഷെയർ മാർക്കറ്റ് നമുക്കറിയാം, നമ്മളൊരു സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഷെയർസ് വാങ്ങിക്കുന്നു. സോ ഇനീഷ്യലി അത് ലിസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും അല്ലെങ്കിൽ പല ഔട്ട്ലെറ്റുകളിൽ നിന്നും നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. വൺസ് അത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു പ്രോഫിറ്റിലേക്ക് ഒരു 20% 30% പ്രോഫിറ്റിലേക്ക് എത്തിയെന്ന് വിചാരിക്കും. അത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ കൊണ്ട് സെല് ചെയ്യാനായിട്ട് പറ്റില്ല. സോ നമ്മൾ
നിർബന്ധമായിട്ടും മാർക്കറ്റ് പ്ലേസ് അല്ലെ എവിടെയാണോ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അവിടെ നമ്മൾ കൊണ്ട് സെല്ലിനിടും, പുതിയൊരു ബയ്യർ വന്നിട്ടാണ് വാങ്ങിച്ചിട്ട് പോവുക. സോ ഈ ഒരു സിസ്റ്റം ആയിരുന്നു ആദ്യത്തെ ആഡ് ഓൺ പ്രൊജക്ട് ആയിട്ടുള്ള ടോവ ആൻഡ് മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആദ്യത്തെ ആഡ് ഓൺ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. സോ ടെതറോഷന്റെ പൊട്ടൻഷ്യൽ ഗ്രോത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ആദ്യത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോഞ്ചിങ് പ്രൈസ് എന്ന് പറയുന്നത് $0.01 ആയിരുന്നു. അതായത് മാർച്ച് 2021 ആദ്യത്തെ ട്രാൻസാക്ഷൻ ഒരു $100 ബൈ നടന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ പ്രൈസ് ചേഞ്ച് വന്നു $0.01485 ആയിട്ട് അത് മാറി എന്നുള്ളതാണ്. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാങ്ങിക്കുമ്പോഴും വിൽക്കുമ്പോഴും വിൽക്കുന്ന ലോകത്തെ ആദ്യത്തെ ഒരു സിസ്റ്റമാണ് ടെതറോഷൻ കമ്മ്യൂണിറ്റി കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ ടെതറോഷൻ വാങ്ങിക്കുമ്പോൾ $100 നിങ്ങൾക്ക് വാങ്ങിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു $35 ഈക്വലന്റ് ആയിട്ടുള്ള ടെതറോഷൻ കോയിനാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. മിച്ചമുള്ള 52% നേരിട്ട് പോകുന്നത് ഇതിന്റെ ലിക്വിഡിറ്റിയിലേക്കാണ്. സോ ലിക്വിഡിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതിന്റെ പ്രൈസ് ഹൈക്ക് ഉണ്ടാവും. അതിന്റെ ഒരു ഫോർമുല എന്താണെന്നുള്ള വരുന്ന സ്ലൈഡുകൾ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് പറ്റും. സോ ഫസ്റ്റ് ആഡ് ഓൺ പ്രൊജക്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ മാർച്ച് 18 ടോവ ആൻഡ് മാർക്കറ്റ് പ്ലേസ് ലോഞ്ച് ചെയ്തു. ആ സമയത്ത് ടെതറോഷന്റെ പ്രൈസ് എന്ന് പറയുന്നത് $0.24 മാത്രമായിരുന്നു. ഡിയർ ഫ്രണ്ട്സ്, വെറും $0.24 മാത്രമായിരുന്നു. അന്ന് ടോട്ടൽ രജിസ്റ്റേർഡ് വാലറ്റ് എന്ന് പറയുന്നത് 1790 വാലറ്റുകൾ. മൾട്ടിപ്പിൾ ഐഡി അടിച്ച ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കാം. ഒരു മൂന്നോ നാലോ ഐഡികൾ അടിച്ച വ്യക്തികൾ ഉണ്ടായിരിക്കാം. ഒരു 3 മിനിമം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. എങ്കിരുന്നാൽ പോലും നിങ്ങൾക്ക് ഇതിന്റെ ഒരു 1/3 ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ മാർച്ച് 18, 2025 ഈ ഫസ്റ്റ് ആഡ് ഓൺ പ്രൊജക്ട് ലോഞ്ച് ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഇന്ന് നിങ്ങൾ നോക്കുക, ഇത് ഓഗസ്റ്റ് 11 ഞാൻ ഇന്നലെ സ്ക്രീൻഷോട്ട് എടുത്തപ്പോൾ $2.25 ആണ് ടെതറോഷന്റെ പ്രൈസ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് വാലറ്റ് എന്ന് പറയുന്നത് 9700 അടുത്ത് എത്തിക്കഴിഞ്ഞു. സോ ഗ്രോത്ത് ഒന്ന് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 0.25 to 2.25 നോക്കുന്ന സമയത്ത് ഏകദേശം 850% വിത്തിൻ 5 മന്ത്സിനകത്ത്, വെറും 5 മാസത്തിനകത്ത് നിങ്ങൾക്ക് 850% പ്രോഫിറ്റ് കിട്ടുന്ന എന്ത് പ്രൊജക്റ്റ് ആണ്, അല്ലെങ്കിൽ എന്ത് ബിസിനസ് ആണ്, ട്രഡീഷണൽ ആണെങ്കിലും അതല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ആണെങ്കിലും ജെന്യൂൻ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക എന്ന് നിങ്ങളൊന്ന് ഡീപ്പായിട്ടൊന്ന് ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ ടെതറോഷന്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ ഒരു പ്രൊജക്ട്, ഫസ്റ്റത്തെ മദർ പ്ലാൻ ആയിട്ടുള്ള ടെതറോഷൻ ചെയ്തു, ആദ്യത്തെ പ്രൊജക്ട് ആയിട്ടുള്ള ടോവ ആൻഡ് മാർക്കറ്റ് പ്ലേസ് ചെയ്തു, ഇനി സെക്കൻഡ് ആഡ് ഓൺ പ്രൊജക്ട് ഇന്ന് കമ്മിങ് സൂൺ ആണ്. അപ്പോ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് ഈ ഒരു കോൺസെപ്റ്റ് കേൾക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ടോവയിൽ വന്ന് നമുക്ക് അധികം സമയം ഒരു യൂട്ടിലൈസ് ചെയ്യാനായിട്ട്, ഒരു ടീം ഡെവലപ്പ് ചെയ്യാനായിട്ട് സമയം കിട്ടാത്ത ആൾക്കാർക്കുള്ള ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് ഈ അപ്കമിങ് ആയിട്ട് വരുന്ന ഒരു 30-40 ഡേയ്സ് എന്ന് പറയുന്നത്. വലിയ ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ആഡ് ഓൺ പ്രൊജക്ട് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ഇവിടെ ഉണ്ടായിരുന്ന ഈ 830% മാത്രമായിരിക്കുമോ ഇതിന്റെ ഗ്രോത്ത്? ഇപ്പൊ കാണുന്ന $2.25 മാത്രമായിരിക്കും ടെതറോഷന്റെ പ്രൈസ്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ വരാൻ പോകുന്ന പുതിയ പ്രൊജക്ടിന്റെ പ്രൈസ്, അല്ലെങ്കിൽ അതിന്റെ ഗ്രോത്ത് റേഷ്യോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ മാത്രമായിരിക്കും ഇതിന്റെ കാൽക്കുലേഷൻ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ. ഞാൻ ഇന്നലെ എടുത്തിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ടാണ്. ഇന്നത്തേക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും, കാരണം ഓരോ ബൈയും സെല്ലും നടക്കുമ്പോൾ ഇതിന്റെ പ്രൈസിൽ മാറ്റം വരും. ഇന്നലെ എടുത്തപ്പോൾ $2.25 ആയിരുന്നു ബൈ പ്രൈസ് ഉണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ഒരു ഫോർമുല ഇങ്ങനെയാണ്. ഈ ഒരു ഫോർമുല അറിയാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. സോ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ടെതറോഷന്റെ സൈറ്റിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത സ്ലൈഡുകളാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. സോ ഇവിടെ നമുക്ക് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞ് കാണാം, അല്ലെ? പല കമ്പനികൾക്കും ഇല്ലാതെ പോകുന്ന, പല സ്കാമിംഗ് ആയിട്ടുള്ള പ്രോഗ്രാംസിനും ഇല്ലാതെ പോകുന്ന ഒരു സംഭവമാണ് ഇവിടെ ഒരു ലിക്വിഡിറ്റി എന്നുള്ള ഒരു സാധനം. ഓക്കെ, സോ ഇവിടെ ഫൈനൽ ലിക്വിഡിറ്റി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ഫൈനൽ കോയിൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇന്നലെ ഞാൻ ഈ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് വരെ നിലവിൽ എത്രത്തോളം ഈ 9700ഓളം ഐഡികളില് ടോട്ടൽ ആയിട്ട് കോയിൻ മൈൻ ചെയ്തിരിക്കുന്നത് 1,78,393 പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇത്രയും കോയിൻ ഇന്നത്തെ പ്രൈസ് ആയിട്ടുള്ള, ഇപ്പോഴത്തെ പ്രൈസ് ആയിട്ടുള്ള ഈ പ്രൈസിന് വിൽക്കാനായിട്ട് നമുക്ക് ടോട്ടൽ ആയിട്ട് വേണ്ട എമൗണ്ട് എത്രയാ? $4,01,058 മാത്രമേ വേണ്ടൂ. പക്ഷേ ഇവിടെ കോൺട്രാക്ട് ബാലൻസ്, ഈ ഒരു സാധനമാണ് എന്നെ വല്ലാതെ അട്രാക്ട് ചെയ്തത്. കാരണം
എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ള വാലറ്റിലാണ് നമ്മളുടെ ഈ ഒരു കോൺട്രാക്ട് ബാലൻസ് കാണുന്നത്. എൻക്രിപ്റ്റഡ് വാലറ്റ് എന്ന് പറയുന്നത് ഈവൻ ദ ഫൗണ്ടേഴ്സ് അഡ്മിൻസിന് പോലും ആക്സസ് ഇല്ലാത്ത ഒരു കോൺട്രാക്ട് ബാലൻസ് അല്ലെങ്കിൽ കോൺട്രാക്ട് അഡ്രസ് ആണ് ഇവിടെ കാണുന്ന വാലറ്റ്. ഇതിനകത്തേക്ക് ഈ 4 ലക്ഷത്തി ഇത്രയും പേര് ഒരുമിച്ച് സെൽ ചെയ്താൽ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഇവിടെ ഒരു ബൈയിങ്ങും വന്നിട്ടില്ല, കംപ്ലീറ്റ് ആൾക്കാരും ടെതർ ഓഷന് സെൽ ഔട്ട് ചെയ്ത് പോവാണ്. ഓക്കെ, നോ പ്രോബ്ലം, ലെറ്റ് ദം ഗോ. ഇവിടെ നമ്മൾ ഇത്രയും പേര് വിൽക്കുന്ന സമയത്ത് ആകെ കൊടുക്കേണ്ട എമൗണ്ട് അത് ഒരുമിച്ച് വിൽക്കില്ല. ഞാൻ പറയുന്നത് ഒരു വ്യക്തി ഇവിടെ ഒരു $1000 വിൽക്കുന്ന സമയത്ത് അവിടെ വീണ്ടും 10% ഇവിടെ ആഡ് ആവുകയാണ് ലിക്വിഡിറ്റിയിൽ. ഒക്കെ ഫൈനൽ കോയിൻ കട്ടാവുകയാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കറന്റ് പ്രൈസ് നിശ്ചയിക്കുന്ന ഫോർമുല ഈ കാണുന്നതാണ്. ഫൈനൽ ലിക്വിഡിറ്റി ഹരിക്കണം ഡിവൈഡഡ് ബൈ ഫൈനൽ കോയിൻ ആണ് ആ സമയത്തെ അന്നത്തെ എന്ന് പറയാൻ പറ്റില്ല, ആ ട്രാൻസാക്ഷന് ശേഷമുള്ള പ്രൈസ് എന്ന് പറയുന്നത്. നിങ്ങൾ ടെതർ ഓഷൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഐഡിയ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. അവിടെ നിങ്ങൾക്ക് കാണാം, ഇപ്പൊ നിലവിലുള്ള സ്ക്രീൻഷോട്ടിലുള്ളതായിരിക്കില്ല, ഇവിടെ ഫൈനൽ ലിക്വിഡിറ്റി ഡിവൈഡഡ് ബൈ ഫൈനൽ കോയിൻ നോക്കുന്ന സമയത്ത് ആ സമയത്ത് കാണുന്ന പ്രൈസ് ആണ് ആ സമയത്ത് നെക്സ്റ്റ് പർച്ചേസിന്റെ അല്ലെങ്കിൽ നെക്സ്റ്റ് സെല്ലിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഓരോ ബൈയും ഓരോ സെല്ലും കഴിയുമ്പോൾ ഇതിന്റെ പ്രൈസിൽ മാറ്റം വരും. ഇതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്ത് ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ഒരു പ്രൈസിൽ ബൈ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു പ്രൈസിൽ സെൽ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു വ്യക്തി ഇവിടെ ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പ്രൈസ് കൂടി, കാരണം ബൈ ചെയ്യുന്ന സമയത്ത് ലിക്വിഡിറ്റിയിലേക്ക് ഫണ്ട് ആഡ് ആവുന്നു, കോയിൻ മൈൻ ചെയ്യപ്പെടുന്നു. ഇവിടെ നമുക്ക് ഒരാൾ സെൽ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ ലിക്വിഡിറ്റിയിലേക്ക് ഫണ്ട് ആഡ് ആവുന്നു, കോയിൻ ബേൺ ചെയ്യപ്പെടുന്നു. ഈ ഒരു പ്രോസസ്സ് വരുന്നിടത്തോളം കാലം ഇതിന്റെ പ്രൈസ് എപ്പോഴും അപ്പ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മുകളിലേക്ക് മാത്രമേ പോകുള്ളൂ എന്ന് നമുക്ക് ഇവിടെ തറപ്പിച്ച് പറയാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇവിടെ നമുക്ക് ലെവൽ ഇൻകത്തിനെ കുറിച്ചിട്ടൊന്ന് നമുക്ക് നോക്കാം. ടെതർ ഓഷന്റെ ലെവൽ ഇൻകം ടോട്ടൽ 10 ലെവൽ ഇൻകം ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ആദ്യത്തെ ലെവൽ ഇൻകം എന്ന് പറയുന്നത് 10%. അതായത് നിങ്ങൾ ഒരു 1000 വ്യക്തിയെ അഫിലിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ $100 നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കേട്ടോ, പിന്നീടൊന്നും അല്ല, ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതേപോലെ ആ വ്യക്തി ഒരു $1000 ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ 3% നിങ്ങൾക്ക് കിട്ടും. അതായത് $30 നിങ്ങൾക്ക് കിട്ടും, $10 അദ്ദേഹത്തിന് കിട്ടും, $3 നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് 33% എന്ന് പറയുന്നത്. 3 മുതൽ 5 വരെയുള്ള ലെവലിൽ നിന്ന് നമുക്ക് 2%, 6 മുതൽ 8 ലെവലിൽ നിന്ന് നമുക്ക് 1%, 9 മുതൽ 10 ലെവലിൽ നിന്ന് നമുക്ക് 0.5 ആണ് കിട്ടുക. ഇങ്ങനെ 10 ലെവൽ കമ്മീഷൻ കിട്ടാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ $100 നമ്മുടെ സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് ടെതർ ഓഷനിലോ അല്ലെങ്കിൽ നമുക്ക് 5 ഡയറക്റ്റ് റെഫറൽ നമ്മൾ ചെയ്തിട്ടുണ്ടാവണം. ടോട്ടൽ ഡയറക്റ്റ് വോള്യൂം എന്ന് പറയുന്നത് $500 മാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 10 ലെവലും എൻജോയ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഇൻഫിനിറ്റ് ലെവൽ എന്ന് പറയുന്നത് വഴിയെ പറഞ്ഞു തരാം. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ന്യൂസ് ആണ് ഫസ്റ്റ് ആഡ് ഓൺ പ്രൊജക്ട് നമുക്ക് ടോവ ആൻഡ് മാർക്കറ്റ് പ്ലേസിൽ വന്നിട്ടുള്ള ഗ്രോത്തും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. ഇവിടെ സെക്കൻഡ് ആഡ് ഓൺ പ്രൊജക്ട് ആയിട്ടുള്ള ടോവ എക്സ് എന്നുള്ള ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു വേർഷൻ നമ്മളുടെ മുന്നിലായിട്ട് വരാനായിട്ട് പോകുന്ന വിത്തിൻ ഡേയ്സിനകത്ത് നമുക്ക് വരും. ഞാൻ ഇവിടെ ഒരു കാര്യം കൂടി പറയുന്നത്, പുതുതായിട്ട് വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും ഓപ്പർച്യൂണിറ്റി ആണ് ഒരു ടീം ബിൽഡ് ചെയ്യാനായിട്ട്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോവ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നിൽക്കേണ്ട സമയമല്ല. ഇവിടെ ഒരു ടീം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള സീറോ ലൂസേഴ്സ് ഉള്ള വലിയ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് ടോവ എക്സ് എന്നുള്ള ഈ ഒരു അപ്കമിങ് ആയിട്ടുള്ള ലോഞ്ചിങ് സൂൺ ആയിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റിൽ നിങ്ങൾക്ക് പറ്റും എന്നുള്ളത് തന്നെയാണ്. സോ ഇവിടെ ടോവ എക്സിന്റെ ഏകദേശ രൂപം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ ആവണം എന്നല്ല ഫർദർ ആയിട്ടുള്ളത്. ചില മാറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. എന്നിരുന്നാലും ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു പ്ലാൻ തന്നെയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നമുക്ക് പാക്കേജ് എന്ന് പറയുന്നത് $50 മുതൽ $2500 വരെയാണ് നമുക്ക് ടോവ എക്സിൽ ചെയ്യാനായിട്ട് പറ്റുക. സോ നോർമലി ഓട്ടോ അലോക്കേഷൻ ആയിട്ട് 40-60 റേഷ്യോയിലാണ് പോകുക. അതായത് 40% ഒരു $2500 എടുക്കുന്ന ഒരാൾക്ക് ടോവ എക്സിലേക്ക് $1000, 40% 60% മാർക്കറ്റ് പ്ലേസ് ആയിട്ടുള്ള ഇവിടേക്കും പോകും. അപ്പൊ $1500 മാർക്കറ്റ് പ്ലേസിലേക്കും പോകുന്നു. ഇവിടെ ടോവയിലാണെങ്കിലും മാർക്കറ്റ് പ്ലേസിലാണെങ്കിലും 20% ഗ്രോത്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. എവറി ട്രേഡ്, ഓരോ
ട്രേഡിലും നിങ്ങൾക്ക് മിനിമം 20% പ്രോഫിറ്റ്, ഈ മിനിമം എന്നല്ല മാക്സിമം 20% നിങ്ങൾക്ക് ഇവിടെ എടുക്കാനായിട്ട് പറ്റും. സോ ഇവിടെ നിങ്ങൾ ടോവ എക്സിനകത്ത് 1000 വന്നിട്ടുണ്ട്. ഈ 1000ന്റെ 20% ആയിട്ടുള്ള $1200 എപ്പോഴാവുന്നു ആ സമയത്ത് നിങ്ങൾക്ക് ഒരു സെൽഫ് ഫീ ആയിട്ടുള്ള 4% സെൽഫ് ഫീ കൊടുത്തതിന് ശേഷം $1152 നിങ്ങൾക്ക് വിഡ്രോ കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ 1152 വിഡ്രോ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ നിങ്ങൾ ചെയ്ത 1500 നോർമലി 20% ഗ്രോത്ത് ആയിട്ടുള്ള $1800 വന്ന് നിൽക്കുന്നുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് സെല്ല് ചെയ്യണമെങ്കിൽ നിങ്ങൾ തിരിച്ചും ഈ ടോവ എക്സിനകത്തേക്ക് മിനിമം $1000+ 1000 കൂടുതലോ നിങ്ങൾ ചെയ്തിരിക്കണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഇവിടെ $152 നിങ്ങൾ പ്രോഫിറ്റ് മാറ്റുക, അതിനുശേഷം $1000 നിങ്ങൾ ഇവിടെ റീഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ എന്തെത്തി? $152 നിങ്ങൾക്ക് ഇവിടെ പ്രോഫിറ്റ് ആയി. ക്ലിയർ? ഈ $1500 വിത്ത് 20% പ്രോഫിറ്റിലായിട്ടുള്ള 1800 നിങ്ങൾ വിഡ്രോ കൊടുത്തു. സെൽ ഫീ ആയിട്ടുള്ള 4% മൈനസ് ചെയ്തിട്ട് 1728. ഓക്കെ, സോ നിങ്ങൾ അതവിടെ വിഡ്രോ കൊടുത്തു. ക്ലിയർ? അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇനി നെക്സ്റ്റ് ഇവിടെ നമുക്ക് 20% ഗ്രോത്ത് ആവുമല്ലോ. ഈ ഗ്രോത്ത് ആയിട്ട് ഇത് വിഡ്രോ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഇവിടെ ഒരു റീബൈ മിനിമം 1500 ചെയ്യണം. സോ നോർമലി നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, ഓരോ ട്രേഡ് നിങ്ങൾ ഗ്രോത്ത് എടുക്കുമ്പോഴും നിങ്ങളുടെ ഗ്രോത്ത് മാത്രം എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എഗെയിൻ നിങ്ങൾ ഇവിടെ റീഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ റീബൈ ആയിട്ട് $1500 നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എഗെയിൻ 20 എടുക്കാം, ഇവിടെ 20 എടുക്കാം. സോ നിങ്ങൾ മിനിമം ഒരു 2500 ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം $380 ഓരോ ട്രേഡിലും പ്രോഫിറ്റ് എടുക്കാനായിട്ട് പറ്റും. പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഓരോ ട്രേഡും എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഈ 20% ഗ്രോത്ത് ആവാനായിട്ട് എത്ര സമയം എടുക്കും എന്നുള്ളതാണ്. ഞാൻ കമ്പയർ ചെയ്യുന്നത്, ടോവ എക്സിനെ കമ്പയർ ചെയ്യുന്നത് ഒരു മ്യൂച്വൽ ഫണ്ട് ആയിട്ടാണ്. ആദ്യത്തെ ടെതറോഷനെ ഞാൻ കമ്പയർ ചെയ്തത് ബാങ്കിങ് സിസ്റ്റം ആയിട്ടാണ്. രണ്ടാമത്തെ പറയുന്നത് ഷെയർ മാർക്കറ്റ് ആയിട്ടാണ്. മൂന്നാമത്തേത് ടോവ എക്സിനെ ഞാൻ കമ്പയർ ചെയ്തത് മ്യൂച്വൽ ഫണ്ട് ആയിട്ടാണ്. ഈ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. SIP ചെയ്യുന്ന ഉണ്ടാവുമായിരിക്കാം. ഒരു കമ്പനിയുടെ അതിൽ നമ്മൾ SIP ആയിട്ട് നമ്മൾ ചെയ്യുന്നെന്ന് വിചാരിക്കുക. ഓക്കെ, സോ കമ്പനി നമുക്ക് ഒരു പ്രോഫിറ്റ് എത്ര ദിവസം കൊണ്ട് പ്രോഫിറ്റും എത്തും നമുക്ക് എക്സാക്ട് ആയിട്ട് പറയാൻ പറ്റും. മാർക്കറ്റ്. സോ ഇവിടെ മാർക്കറ്റിനകത്ത് ടോവ എക്സ് എന്നുള്ള അല്ലെങ്കിൽ ടെതറോഷ്യന്റെ കമ്മ്യൂണിറ്റി പുഷ് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് ഒരു പക്ഷേ 2 ദിവസമോ 5 ദിവസമോ 10 ദിവസമോ 15 ദിവസമോ, ഞാൻ പറയുന്നത് ഏറ്റവും മാക്സിമം ഒരു മാസം എടുത്താൽ പോലും, ഒരു മാസം എടുക്കില്ല. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് അത്ര എടുക്കില്ല. എന്നിരുന്നാലും ഞാൻ പറയുന്നത് മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ 2 ട്രേഡ്സ് നടന്നാൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഗ്രോത്ത് 1 or 2 ട്രേഡുകൾ നിങ്ങൾക്ക് എടുക്കുവാനായിട്ട് സാധിക്കും. ഒരിക്കലും ഞാൻ എന്റെ സൂമിൽ പറഞ്ഞ റെക്കോർഡ് നിങ്ങൾ അന്ന് പറഞ്ഞു പറയരുത്. കാരണം മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഒരു പക്ഷേ ഒരു ട്രേഡ് ആയിരിക്കും ഒരു മാസം, ഒരു പക്ഷെ 2 ട്രേഡ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു പക്ഷേ 3, 4, 5 ട്രേഡ് കിട്ടാനുള്ള സാധ്യത ഈ മാർക്കറ്റിനകത്ത് ടോവ എക്സ് എന്നുള്ള ഈ കമ്മ്യൂണിറ്റിക്കകത്തുണ്ട്. അത്രത്തോളം ഞാൻ എപ്പോഴും ലീസ്റ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ടും അല്ലെങ്കിൽ ഗ്രോത്ത് റേഷ്യോ മാത്രമാണ് എപ്പോഴും പറയാം. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു എത്രത്തോളം നമുക്ക് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവോൾവ് ചെയ്യുക. ടോവ എക്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് എപ്പോഴും പറയേണ്ടത് ടോവ എക്സിനകത്ത് നമുക്ക് ഇതിന്റെ ഒരു അലോക്കേഷൻ എങ്ങനെയാണ് വരുന്നത്. വെറും ഒരു 1000 ID മാത്രം വരുന്ന സമയത്തുള്ള ഒരു കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ടെതറോഷൻ എന്നുള്ള നമ്മൾ എപ്പോഴും നോർമലി ടെതറോഷനിൽ എത്ര വേണം, ഞാൻ പറയുന്നത് ബാങ്കിങ് സിസ്റ്റം പോലെയാണ് ടെതറോഷൻ. ടെതറോഷനകത്ത് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. അതിനകത്തേക്ക് നിങ്ങൾക്ക് ക്യൂ ഇല്ല, ഏത് സമയത്തും വിഡ്രോ ചെയ്ത് പോവാം. വളരെ സേഫ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. അവിടെ നിങ്ങൾ വെറും $20 മാത്രം കൊടുത്ത് രജിസ്ട്രേഷൻ ചെയ്താൽ, ഒരു 1000 ID ചെയ്താൽ പോലും അവിടെ $20,000 ടോട്ടൽ വാല്യൂ വന്നു. ഈ $20,000 52% $10,400 ടെതറോഷൻ ലിക്വിഡിറ്റിയിലേക്കാണ് പോകുന്നത്. സോ അവിടെ എന്ത് സംഭവിക്കുന്നു? 52% $10,400 ഒരുമിച്ച് അങ്ങ് പോകുന്ന സമയത്ത് ടെതറോഷന്റെ പ്രൈസ് കൂടുന്നു. ടെതറോഷന്റെ പ്രൈസ് കൂടുന്ന സമയത്ത് തീർച്ചയായിട്ടും ടോവ എക്സിന്റെ പ്രൈസും കൂടുന്നു എന്നുള്ളത് തന്നെയാണ്. സോ ഇതേ 1000 ID ടോവ എക്സ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു 2500, ഇത് വെറും ഒരു ഇമാജിനേഷൻ ആണ് കേട്ടോ, ഒരു $2,500 വെച്ചിട്ട് ഒരു 1000 ID ചെയ്ത് കഴിഞ്ഞ് ടോട്ടൽ ബിസിനസ് വോളിയം എന്ന് പറയുന്നത് $25 ലക്ഷം ആണ്. ഓക്കെ, സോ ഈ $25 ലക്ഷം 40-60 റേഷ്യോ, 40% എന്ന് പറഞ്ഞത്
ഒരു $10 ലക്ഷം നമുക്ക് നേരെ പോകുന്നത് സ്മാർട്ട് കോൺട്രാക്റ്റിലേക്കാണ്. അതുപോലെ തന്നെ 60% പോകുന്നത് ബയേഴ്സ് പൂൾ, അതായത് മാർക്കറ്റ് പ്ലേസിലേക്കാണ് നമുക്ക് പോകുന്നത്. ഓക്കെ, സോ മാർക്കറ്റ് പ്ലേസിൽ നോർമലി പോകുന്ന സമയത്ത് മാർക്കറ്റ് പ്ലേസിൽ ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ആവുന്നു. അതുപോലെ തന്നെ സെല്ലേഴ്സിന്റെ ഓർഡറുകളും അവിടെ കൺവേർട്ട് ആയി പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ കാണുന്ന $10 ലക്ഷം സ്മാർട്ട് കോൺട്രാക്റ്റിലേക്ക്, അതായത് ടോവ എക്സിന്റെ സ്മാർട്ട് കോൺട്രാക്റ്റിലേക്ക് പോകുന്ന അലോക്കേഷൻ ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇത് നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കുക. ഇതിൽ ആദ്യത്തെ ടെതർ ഓഷന്റെ ലിക്വിഡിറ്റി, എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു സാധനമാണ് ടെതർ ഓഷൻ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ടെതർ ഓഷൻ ലിക്വിഡിറ്റിയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്? കാരണം മദർ കോൺസെപ്റ്റ് ആയിട്ടുള്ള ഒരു ബേസ് കോൺസെപ്റ്റ് ആണ് നമ്മുടെ ടെതർ ഓഷൻ എന്ന് പറയുന്നത്. ബേസ് ആയിട്ടുള്ള ടെതർ ഓഷന് പവർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ഗ്രോത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമാണ് പ്രൊജക്ട് 1 ആയിട്ടുള്ള ടോവ ആൻഡ് മാർക്കറ്റ് പ്ലേസും പ്രൊജക്ട് 2 ആയിട്ടുള്ള ടോവ എക്സിന്റെയും ഗ്രോത്ത് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റത്തിനകത്ത് നിങ്ങൾക്ക് ടെതർ ഓഷന്റെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് 10%, അതായത് $1 ലക്ഷം ആണ് ടെതർ ഓഷന്റെ ലിക്വിഡിറ്റിയിലേക്ക് പോവുക. ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നിങ്ങൾ നോക്കുക, ഇവിടെ ടെതർ ഓഷന്റെ ലിക്വിഡിറ്റിയിലേക്ക് വെറും $10,400 പോകുന്ന സമയത്ത് തന്നെ അതിന്റെ പ്രൈസ് $2.25 നിന്ന് ജമ്പ് ചെയ്തിട്ടുണ്ടാവുന്നുണ്ട്. ഇനി അതിന്റെ കൂടെ $1 ലക്ഷം ഒറ്റയടിക്ക് അങ്ങ് ടെതർ ഓഷന്റെ ലിക്വിഡിറ്റിയിലേക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ സ്ഥിതി നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. ഒരു $10 നിൽക്കുമോ? അതിലും കൂടുതൽ 10, 20, 30 കുതിച്ചു കയറ്റമായിരിക്കും പിന്നീട് അങ്ങനെയുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇനി ഈ 10% ടെതർ ഓഷൻ ലിക്വിഡിറ്റിയിലേക്ക് പോയി, ബാലൻസ് ഉള്ള ഒരു 20% എന്ന് പറയുന്ന $2 ലക്ഷം മാർക്കറ്റ് പ്ലേസിലേക്കാണ് പോകുന്നത്. മാർക്കറ്റ് പ്ലേസ് ലിക്വിഡിറ്റിയിലേക്ക്, അവിടെയുള്ള ബയേഴ്സും അവിടെയുള്ള സെല്ലേഴ്സിന്റെ ഓർഡേഴ്സ് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഒരു $2 ലക്ഷം പോകുന്നു. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് 22.5%, അതായത് $2,25,000 ഡയറക്റ്റ് പോകുന്നത് ടോവ ആൻഡ് മാർക്കറ്റ് പ്ലേസ്. ആദ്യത്തെ ആഡ് ഓൺ പ്രൊജക്ട് ആയിട്ടുള്ള ടോവ ആൻഡ് മാർക്കറ്റ് പ്ലേസിലുള്ള നിലവിലുള്ള ക്യൂ, നമുക്കറിയാം നിലവിലുള്ള ക്യൂ ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇവിടെ 22.5% യൂസ് ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇനി അഫിലിയേറ്റ് പേ ഔട്ട് നോർമലി $4,70,75,000 നമുക്ക് ലെവൽ കമ്മീഷൻ ആയിട്ട് കിട്ടണം. സോ എത്ര ലെവലിൽ എത്രയൊക്കെ പെർസെന്റേജ് എന്നുള്ള എക്സാക്ട് ആയിട്ടുള്ള ഫിഗറുകൾ നമുക്ക് വരുന്നതേ. എന്നിരുന്നാലും $4,70,75,000 ഒരു $10 ലക്ഷം സ്മാർട്ട് കോൺട്രാക്റ്റിൽ വരുന്ന സമയത്ത് പേ ഔട്ട് ആയിട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് സാരം. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കട്ടെ. ഞാൻ എപ്പോഴും ഊന്നി പറയുന്ന ഒരു കാര്യം തന്നെയാണ്, ഇവിടെ സ്മാർട്ട് കോൺട്രാക്റ്റിനകത്ത് ഈ മാക്സിമം എമൗണ്ടുകൾ വരുന്ന സമയത്ത് വരുന്ന ഈ മാറ്റങ്ങൾ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കണം. കാരണം വലിയ രീതിയിൽ, കാരണം ടെതർ ഓഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് തുടങ്ങി ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് ആദ്യത്തെ ആഡ് ഓൺ പ്രൊജക്ട് ആയിട്ടുള്ള ടോവ ആൻഡ് മാർക്കറ്റ് പ്ലേസ് വരുന്നത്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത വ്യക്തികൾ ആരാണോ നിങ്ങൾ ഓരോരുത്തരായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവാനായിട്ട് പറ്റും. ആ വ്യക്തികളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ, ഒരു പക്ഷേ ഫിഗർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണ് മഞ്ഞളിച്ചു പോകുന്ന രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ടോവ എക്സിന്റെ ഒരു ലോഞ്ചിങ് ഡേറ്റ് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് വേർഷൻ വരുന്നത് വരത്തേക്കുള്ള ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രീഷ്യസ് ആയിട്ടുള്ള മിനിറ്റ്സ് അല്ലെങ്കിൽ ഡേയ്സ് ആണ്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ രീതിയിൽ ലൈഫ് സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. സോ ഇവിടെ ഞാൻ ഫൈനലി നോർമലി ഉള്ളത് 4 റാങ്കിങ്സ് ആണ് ഉള്ളത്. എന്ത് സംഭവമാണ് എന്നിരുന്നാലും എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഡയറക്ട് സ്പോൺസറുമാണ്. ടോട്ടൽ 500 വോളിയമും ടീം വോളിയം എന്ന് പറയുന്നത് 5000 USDT ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിൽവർ റാങ്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. സിൽവർ റാങ്ക് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള ഈ ലെവൽ കമ്മീഷനുകളിൽ എല്ലാത്തിൽ നിന്നും നിങ്ങൾക്ക് 4% അഡീഷണൽ ആയിട്ട് കിട്ടും. ക്ലിയർ? ഇനി ഗോൾഡ് റാങ്ക് ആവാനായിട്ട് നിങ്ങൾ 2 സിൽവർ ലൈനിനെ നിങ്ങളുടെ ടീമിനകത്തേക്ക് ഡിഫറെന്റ് ലൈനിൽ കൊണ്ടുവരണം. ടീം വോളിയം നിങ്ങൾക്ക് $25,000 ആയി കഴിഞ്ഞാൽ ഗോൾഡ് റാങ്ക് ആവും. സോ ഗോൾഡ് റാങ്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ലെവലിൽ നിന്നും 8% അഡീഷണൽ ആയിട്ട് കിട്ടും. ഇനി എമറാൾഡ് റാങ്ക് ആവാനായിട്ട് നിങ്ങൾക്ക് $1 lakh ടീം വോളിയമും 2 ഗോൾഡ് റാങ്ക് ഡിഫറെന്റ് ലൈൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ലെവലിൽ നിന്ന്, അതായത് ടോവ എക്സിൽ വരുന്നതിൽ നിന്നും അതുപോലെ തന്നെ ടെതർ ഓഷനിൽ നിന്നും നിങ്ങൾക്ക് 12% അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. സോ അതുപോലെ തന്നെ ഡയമണ്ട്, ഇതിന്റെ ഏറ്റവും സുപ്രീം റാങ്ക് ആയിട്ടുള്ള ഡയമണ്ട് ആവാനായിട്ട് നിങ്ങൾക്ക് 5 ലക്ഷം USDT ടോട്ടൽ ടീം വോളിയം വരണം. 2 എമറാൾഡ് റാങ്കിനെ ഡിഫറെന്റ് ലൈൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ 16%
നിങ്ങൾക്ക് എല്ലാത്തിൽ നിന്നും ടെതറോഷനിലാണെങ്കിലും ടോവ എക്സിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഏൺ ചെയ്യാനുള്ള ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ റാങ്കിങ് ക്രൈറ്റീരിയക്കകത്ത് ടെതറോഷൻ എന്നുള്ള ഒരു കമ്മ്യൂണിറ്റി മുന്നിൽ വെച്ചിരിക്കുന്നത്. സോ ആസ് ഏർലി ഓരോ റാങ്കുകളും സിൽവർ ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലും എമറാൾഡ് ആണെങ്കിലും ഡയമണ്ട് ആണെങ്കിലും അച്ചീവ് ചെയ്യുക. ഓരോ സിസ്റ്റത്തിനകത്ത് വർക്ക് ചെയ്യുമ്പോഴും അതിന്റെ ഒരു സുപ്രീം റാങ്ക് എത്തുക എന്ന് മാത്രമായിരിക്കണം നമ്മളുടെ എയിം. ഓരോ റാങ്ക് അച്ചീവ് ചെയ്യുമ്പോഴും അതിനകത്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾ ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഇവിടെ നിന്ന് തളർന്നു പോകും. പക്ഷേ വളരെ സിസ്റ്റമാറ്റിക്, വളരെ പതുക്കെ ആണെങ്കിലും കുഴപ്പമില്ല, വളരെ സിസ്റ്റമാറ്റിക് ആയി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തുടക്കത്തിലുള്ള ഒരു ഹാർഡ് വർക്ക് മാത്രമേ ഉണ്ടാവൂ. അതിനുശേഷം 1 by 1 ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും സുപ്രീം റാങ്ക് ആയിട്ടുള്ള ഈ ഡയമണ്ട് റാങ്കിൽ എത്താനും ഇതിനനുസരിച്ചുള്ള ഞാൻ ഇവിടെ പറയാതെ വിട്ടു പോകുന്ന അല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ കിട്ടാത്ത നിരവധി ഒരു ബെനിഫിറ്റ്സുകൾ കൂടെ ടോവ എക്സില് ഈ റാങ്കിങ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് വരാനായിട്ടുണ്ട്. അതിന്റെ മറ്റുള്ള ഡീറ്റെയിൽസുകളൊക്കെ വരുന്ന സൂം മീറ്റിംഗിനകത്ത് നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വിചാരിക്കുകയാണ്. സോ എക്സ്ക്യൂസസ് വിൽ ഓൾവേസ് ബി ദെയർ ഫോർ യു, ഓപ്പർച്യൂണിറ്റി യു വാണ്ട്. എക്സ്ക്യൂസുകൾ അല്ലേ, നമുക്ക് നിരവധി എക്സ്ക്യൂസ്, എന്ത് പറയുമ്പോഴും എക്സ്ക്യൂസ് ആണ്. ഓക്കെ, നമ്മൾ ടോവ എക്സ് ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നു, ആയിക്കോട്ടെ ലോഞ്ച് ചെയ്യട്ടെ, എന്റെ കയ്യിൽ വാഹനമില്ല, നല്ല വസ്ത്രങ്ങളില്ല, എന്റെ കയ്യിൽ ടീമില്ല, ഞാൻ കേൾക്കുന്നില്ല, പറയാൻ എക്സ്ക്യൂസുകളുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി നിറയെ കോൺസെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് കുറെ ലൂസേഴ്സ് ഉണ്ട്, ഇനി ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല. ഒരു പ്രജുഡൈസ്ഡ് ആയിട്ടുള്ള ഒരു മുൻവിധിയോട് കൂടി കാണുന്ന ഒത്തിരി പേരുണ്ട്. ഞാൻ അവരോട് പ്രത്യേകമായിട്ട് പറയാണ്, ഡിയർ ഫ്രണ്ട്സ്, അതെല്ലാം മാറ്റിവെച്ചേക്കൂ. ടോവ എക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിനകത്ത് വിശ്വസിച്ച് അടിയുറച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ടെതറോഷൻ ആൻഡ് ടോവ എക്സ് എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റോട് കൂടി നിങ്ങളുടെ ലൈഫിൽ വലിയ ഒരു മാറ്റം, വലിയ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സാമ്പത്തിക ഭദ്രത നിങ്ങൾക്ക് വരും. സീറോ ലൂസേഴ്സ് ആയിട്ടുള്ള ഒരേ ഒരു കോൺസെപ്റ്റ് ആണ് ടെതറോഷൻ ആൻഡ് ടോവ എക്സ് എന്നുള്ളത്. നമുക്ക് അടിയുറച്ച് പറയാനായിട്ട് പറ്റും. ഈ ടെതറോഷനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത ആരാണ് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പ് കസ്റ്റമേഴ്സ് ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം കേട്ട് ഇതിനെ കുറിച്ച് പഠിക്കാതിരിക്കരുത്. എന്താണ് ഇതിന്റെ ഇന്റർനെറ്റിലത്തെ സാധ്യത എന്ന് അറിയുന്ന ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കുക. പഴയ കോൺസെപ്റ്റുകൾ മനസ്സിൽ വെച്ച് നിങ്ങൾ ഒരിക്കലും മാറി നിൽക്കരുത്. നിങ്ങൾ ഈ നഷ്ടപ്പെടുത്തുന്ന ദിവസങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്ന ഒരു ദിവസം ഇനി വരുന്ന വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളാണ് ടോവ എക്സിന്റെ ലോഞ്ചിങ്ങിലുള്ളത്. ഈ ലോഞ്ചിങ്ങിന് മുന്നോടിയായി ടെതറോഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ടോവ എക്സ് ലോഞ്ച് ചെയ്യുന്ന ഡേ 1 നിങ്ങളുടെ ഇൻകം വിഡ്രോ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണ് മഞ്ഞളിച്ചു പോകും. ഇന്നത്തെ ദിവസം നിങ്ങൾ ഓർത്തു വെക്കുക, ഓഗസ്റ്റ് 22 ആണ്. ഇന്ന് ഞാൻ പറഞ്ഞ വാക്കുകൾ ഓർത്തു വെക്കുക. ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു 500 പേരെങ്കിലും, ഒരു 100 പേരടങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഹ്യൂജ് ആയിരിക്കും. അത് ഫിഗർ ഞാൻ വെളിപ്പെടുത്തുന്നില്ല, നിങ്ങളുടെ കണ്ണ് മഞ്ഞളിച്ചു പോകും. സോ ഇതിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി ഇതിനെ മുന്നോട്ട് പ്രവർത്തിക്കാനായിട്ട് നിങ്ങൾ നോക്കുക. സോ വൺ ആൻഡ് ഓൺലി ടെതറോഷൻ വിർച്വൽ അസറ്റ്. സോ താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദ സക്സസ്. ഗുഡ് നൈറ്റ്. സൈനിങ് ഓഫ് സതീഷ് പണിക്കർ.